ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് നെയ്ച്ചോറും കണവ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കണവയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അവിടെ കിടന്ന് വേവട്ടെ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള ശരിയാക്കാം. ഇപ്പോൾ കുക്കറൊക്കെ വെച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഡാൽഡയൊക്കെ ഇട്ട് അതിനകത്തേക്ക് അണ്ടി, മുന്തിരി, ഗ്രാമ്പു, ഏലക്ക, പട്ട, സവാള ഇട്ട് നല്ലപോലെ വയറ്റിന് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്ത് നല്ല കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ ആ ചോറിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കണവ റോസ്റ്റിനുള്ള റോസ്റ്റ് ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ കൊച്ചുള്ളിയും സവാള ഇട്ട് നല്ലപോലെ വയറ്റി അതിനകത്തേക്ക് തക്കാളിയും ജീരകപ്പൊടിയും പച്ചമുളക് ഇട്ടൊന്ന് വയറ്റി അടച്ച് വെച്ച് വാടി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച കണവ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ വറക്കുമ്പോൾ തന്നെ അതിനകത്ത് മഞ്ഞളും മുളകും എല്ലാം ചേർക്കുന്നുണ്ട്. അത് കുറവുള്ള സാധനം മാത്രം ഇട്ട് കൊടുക്കുക. മുളകും പൊടിയും പിന്നെ ചിക്കൻ മസാല ഇട്ട് കറിവേപ്പിലിട്ട് നല്ലപോലെ നടച്ച് വെച്ചാൽ അതിൻ്റെ എണ്ണയ്ക്ക് ഇറങ്ങി ഇങ്ങനെ വന്നോളൂ. അതവിടെ കിടന്ന് വേവിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ചോറിനില്ല കുറച്ച് പരിപ്പും കറി ഉണ്ടാക്കണം. അപ്പോൾ പരിപ്പ് തന്നെ അടുപ്പിൽ വെച്ച് ചോറ് തന്നെ കുക്കറിനോട് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നാളികേരം അരച്ച് പറഞ്ഞ് അതൊന്ന് താളിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ അതിനകത്തേക്ക് കച്ചമ്പറ് ഉണ്ടാക്കി. ഞാൻ നാരങ്ങ നീരാട്ടോ ഒഴിക്കൽ, അധികം വിനാഗിരി ഒഴിക്കലില്ല. കാരണം പിള്ളേരത് വാരി തിന്നണോണ്ട്. ഇത് ഞങ്ങളെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയാണ്, ജീരകക്കഞ്ഞി. അപ്പോൾ നോയമ്പ് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പലഹാരം കഴിക്കൽ. നമ്മളെ കൂടെ ഇക്കായുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.